പട്ടികവർഗ കോളനിവാസികൾക്ക് ആശ്വാസമായി വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ സന്ദർശനം. കോഴിക്കോട് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങാട്, കെട്ടിൽ കോളനി, പന്നിയേരി കോളനികളിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സന്ദർശിച്ചത്. കോളനികളിലെ കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൃത്യമായ ചികിത്സകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ജീവിത പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. കോളനികൾ കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഉപയോഗം നടക്കുന്നതായി വീട്ടമ്മമാർ പരാതിപ്പെട്ടു. വീടുകളിൽ നിന്ന് സഹോദരിമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മദ്യത്തിൻ്റെതായിട്ടുള്ള വ്യാപനം വളരെയേറെ ഉണ്ട് എന്നുള്ളതാണ്. അത് പുരുഷന്മാർ മദ്യപിച്ച് വന്ന് വീടുകളിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ശണ്ട കൂടുന്ന അന്തരീക്ഷം പതിവായിട്ടുണ്ട് എന്ന് ഈ കോളനി നിവാസികളായിട്ടുള്ള സഹോദരിമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വനിതാ കമ്മീഷൻ കോളനി സന്ദർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. സർക്കാർ വീടും മികച്ച റോഡും നൽകി. കോളനിക്കടുത്ത് അംഗനവാടിയും ആരോഗ്യ കേന്ദ്രവും അനുവദിക്കണമെന്ന് വീട്ടമ്മ ശാന്ത പറഞ്ഞു. നിലവിൽ നല്ല സൗകര്യം തന്നെ. ഇവിടെ ഇപ്പോൾ മെയിൻ റോഡ് വന്നത് കൊണ്ട് കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഇപ്പം വണ്ടി ഏതായാലും ഓട്ടോ വരെ ഇപ്പോൾ ഇവിടെ കയറി ഇറങ്ങാറായി. അംഗനവാടി ഇവിടെ തന്നെ വേണം. കാരണം ചെറിയ കുട്ടികളെ നടത്തി 3 വയസ്സുള്ള കുട്ടികളെ നടത്തിക്കൊണ്ടുപോകാനാവില്ല. അപ്പോൾ അവരെല്ലാം അങ്ങനെയാണ് പോയി വരുന്നത്. എക്സൈസ് വിമുക്തി പദ്ധതി കോളനികളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞു. 10 ജില്ലകളിൽ ക്യാമ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഊരുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വൻ വികസനമാണ് ഉണ്ടായത്. ഉരുൾപൊട്ടലിൽ ദുരിതം പേറിയ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയത് സർക്കാരിന്റെ നല്ല തീരുമാനമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.